നമസ്കാരം. ചില ചെടികൾ നമ്മുടെ വീട്ടിൽ നട്ടുപിടിപ്പിച്ചാൽ നമുക്ക് സർവൈശ്വര്യം നൽകും. നമ്മുടെ ജീവിതത്തിലുള്ള നിത്യേനയുള്ള പല ബുദ്ധിമുട്ടുകളും മാറിക്കിട്ടും. ദാരിദ്ര്യം മാറും, കടം മാറും, നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കുന്നതായി കാണുവാൻ സാധിക്കും. ചില വീടുകളിൽ ചില പൂക്കൾ നിൽക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ആ പൂക്കളുടെ മനോഹാരിത പോലെ അവരുടെ ജീവിതത്തിലും ചില നല്ല കാര്യങ്ങൾ സംഭവിക്കാറുണ്ട്. അവരുടെ ജീവിതത്തിലേക്കൊന്ന് നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാക്കുവാൻ സാധിക്കും. ആ പൂക്കളുടെ ഭംഗി പോലെ തീർച്ചയായും ഇവരുടെ ജീവിതത്തിലും ചില നല്ലതുകൾ സംഭവിക്കുന്നതായി കാണുവാൻ സാധിക്കും. നമുക്കറിയാം, ശംഖുപുഷ്പം പല നിറത്തിലുണ്ട്. ശംഖുപുഷ്പം വളരുന്ന വീടുകളിൽ ചില പ്രത്യേകതയുമുണ്ട്. വെള്ള ശംഖുപുഷ്പവുമുണ്ട്, നീല ശംഖുപുഷ്പവുമുണ്ട്, പല കളറിലുള്ള ശംഖുപുഷ്പവുമുണ്ട്. ശംഖുപുഷ്പത്തിന് പണത്തെ ആകർഷിക്കാനുള്ള ഒരു വലിയ ശക്തിയുണ്ട്. അതായത് പണത്തെ ശംഖുപുഷ്പം ആകർഷിക്കും. ശംഖുപുഷ്പമുള്ള വീടുകളിൽ ധനം ധാരാളം വന്നു ചേരും. ഇവരുടെ കടങ്ങളൊക്കെ മാറും, ദാരിദ്ര്യം മാറും, ഇവർക്ക് ആയുസ് വർദ്ധിക്കും, ഇവരുടെ പാപങ്ങളൊക്കെ തീരും. അങ്ങനെ പല രീതിയിലുള്ള പ്രത്യേകത ഈ ശംഖുപുഷ്പത്തിനുണ്ട്. പലരും വാസ്തുദോഷങ്ങളൊക്കെ തീരുവാൻ വേണ്ടിയിട്ട് ശംഖുപുഷ്പം വീട്ടിൽ വെച്ച് പിടിപ്പിക്കാറുണ്ട്. വാസ്തുദോഷങ്ങൾ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കും. വാസ്തുദോഷമുള്ള വീടുകളിലെ പ്രശ്നങ്ങൾ നോക്കിയാൽ തീർച്ചയായും അത് പെട്ടെന്ന് നമുക്കറിയാൻ സാധിക്കും. വാസ്തുദോഷമുള്ള വീടുകളിൽ വഴക്കുണ്ടാകും. ധനം ഒരു കാരണവശാലും വരില്ല. എന്ത് കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചാലും അവിടെയൊക്കെ തടസ്സങ്ങളായിരിക്കും. അതൊക്കെ വാസ്തുദോഷം കൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ ആഗ്രഹിക്കുന്നതായിരിക്കില്ല നമുക്ക് നടന്നു കിട്ടുന്നത്. 100% നടക്കുമെന്ന വിശ്വാസത്തോടു കൂടി പല കാര്യങ്ങളും ചെയ്താലും അതൊന്നും നടക്കാതെ പോകും. അത് വാസ്തുദോഷം കൊണ്ടാണ്. ചിലരൊക്കെ വീടിൻ്റെ കന്നിമൂല ഭാഗത്തൊക്കെ ചില ദോഷങ്ങളൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് ചില ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കാറുണ്ട്. ഇങ്ങനെ ചെറിയ ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കുന്നത് നമ്മുടെ വാസ്തുദോഷങ്ങളൊക്കെ അകറ്റി നമുക്ക് ധാരാളം ധനവും സമ്പത്തും ഒക്കെ നേടിത്തരും. അതറിയാവുന്നവർക്കറിയാം. ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലെ മുതിർന്നവർ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടാകാം. ഒക്കെ ചിലപ്പോൾ അറിയാതെ പോകുന്നതായിരിക്കാം. വാസ്തുദോഷം മാറ്റണം. ദമ്പതികൾ തമ്മിലുള്ള കലഹങ്ങൾ അവസാനിക്കും. വീട്ടിൽ കുട്ടികൾ നന്നായി പഠിക്കും. ഒരു ജോലിക്കൊക്കെ ശ്രമിക്കുന്നവരാണ് എങ്കിൽ ജോലി നന്നായിട്ട് കിട്ടും. ബിസിനസ്സൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാകും. രോഗാരിഷ്ടതകളൊക്കെ മാറിക്കിട്ടും. അങ്ങനെ പല രീതിയിലുള്ള ഗുണാനുഭവങ്ങളാണ് വാസ്തു നന്നാകുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. നമുക്ക് മനഃശാന്തി ലഭിക്കും. ദീർഘദാമ്പത്യ ബന്ധമുണ്ടാകും. ജീവിതത്തിലെ എല്ലാ പ്രതീക്ഷകളും പൂവണിയും. ചിലപ്പോൾ ഒരുപക്ഷെ ഒരു വലിയ തുക തന്നെ നമുക്ക് പല രീതിയിൽ പല സമ്മാനങ്ങളായി നമുക്ക് ലഭിച്ചേക്കാം. അങ്ങനെ ജീവിതത്തിലെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ മാറുവാൻ വേണ്ടിയിട്ട് വാസ്തുവിന് കഴിയും. ഇന്നിവിടെ പറയുന്നത് വാസ്തു സംബന്ധമായ ഒരു കാര്യം തന്നെയാണ്. വാസ്തുപരമായിട്ട് നിങ്ങൾക്ക് ദോഷങ്ങളുണ്ട് എങ്കിൽ തീർച്ചയായും നിങ്ങളുടെ വീട്ടിൽ വെച്ച് പിടിപ്പിക്കേണ്ട ഒരു ചെടിയാണ് ശംഖുപുഷ്പം. ശംഖുപുഷ്പം, നീല ശംഖുപുഷ്പം തന്നെ വെച്ച് പിടിപ്പിക്കുക. അത് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറും. ശംഖുപുഷ്പത്തിന് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട്. ശംഖുപുഷ്പം ഏത് വീട്ടിൽ വെക്കുന്നുവോ അവിടെയൊക്കെ ധനസമൃദ്ധിയാണ്. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറിക്കിട്ടും. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറി ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ വന്നു ചേരും. അപ്പോൾ നിങ്ങളുടെ എല്ലാ ദോഷങ്ങളും അകലുവാൻ, ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറിക്കിട്ടാൻ, ആഗ്രഹിച്ച പോലെ കാര്യങ്ങളൊക്കെ നടന്നു കിട്ടുവാൻ ഒരു ചെറിയ ശംഖുപുഷ്പം മതി. ഒരു നീല ശംഖുപുഷ്പമുണ്ടെങ്കിൽ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറി ഒരുപാട് സന്തോഷം വീട്ടിൽ വന്നു നിറയും. ദമ്പതികൾ തമ്മിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടും. അങ്ങനെ ഒരുപാട് ഗുണാനുഭവങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. ശംഖുപുഷ്പം വെക്കേണ്ടതായ രീതികളുണ്ട്. അങ്ങനെ ശംഖുപുഷ്പം നിങ്ങൾ വെക്കുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങളുടെ വീട്ടിൽ ധാരാളം ധനം വന്നു ചേരും. നിങ്ങൾക്ക് പോലും ഞെട്ടിപ്പോകുന്ന രീതിയിലുള്ള ധനമായിരിക്കും നിങ്ങൾക്ക് വന്നു ചേരുക. എല്ലായിടത്തും ഒന്നും ശംഖുപുഷ്പം വച്ചാൽ അത് കിളിക്കത്തതുമില്ല, എന്നാൽ നമുക്ക് ഭാഗ്യം വന്നു ചേരത്തതുമില്ല. വിശ്വാസമുള്ളവർക്കറിയാം. അതുപോലെ തന്നെ ശംഖുപുഷ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ ദുഃഖം വരുന്ന സമയത്ത് ഒരു ശംഖുപുഷ്പം എടുത്ത് നിങ്ങളുടെ പൂജാമുറിയിലൊന്ന് വെച്ച് നോക്ക്. ആ ദുഃഖം പെട്ടെന്ന് അവസാനിക്കുന്നതായി കാണുവാൻ സാധിക്കും. അത് അച്ചട്ടാണ്.
ആ പ്രതിസന്ധിയിൽ നിന്നും ആ പ്രശ്നത്തിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. ഇവിടെ പറയുന്നത് ശംഖുപുഷ്പം വെച്ച് പിടിപ്പിക്കേണ്ട രീതികളെക്കുറിച്ചാണ്. ഇങ്ങനെ ചെയ്താൽ തീർച്ചയായും നിങ്ങൾക്ക് ധനധാന്യ സമൃദ്ധി വന്നു ചേരും. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറി രക്ഷപ്പെടാൻ നിങ്ങൾക്ക് കഴിയും. ദിവസവും 2 നേരം ശംഖുപുഷ്പത്തെ നനയ്ക്കണം. 2 നേരം നനച്ചാൽ മാത്രമേ ഇത് നന്നായിട്ട് വളരുകയുള്ളൂ. നന്നായിട്ട് വളരുന്നതിനനുസരിച്ച് നമുക്ക് ഭാഗ്യം ഇരട്ടിക്കും. നമ്മുടെ ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാ സങ്കടങ്ങളും മാറിക്കിട്ടും. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടന്നു കിട്ടും. പ്രധാനമായും ശംഖുപുഷ്പം വീട്ടിൽ വെച്ചാൽ നമ്മുടെ സമ്പത്ത് വർദ്ധിക്കുന്നതായി കാണുവാൻ സാധിക്കും. വീട്ടിൽ ഐശ്വര്യം വർദ്ധിക്കുന്നതായി കാണുവാൻ സാധിക്കും. ഏതെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ വീട്ടിൽ നടക്കുന്നതായി കാണുവാൻ സാധിക്കും. വീടിൻ്റെ പ്രധാന വാതിലിൻ്റെ വലതുവശത്ത് ഇത് നടന്നത് വളരെ നല്ലതാണ്. ശംഖുപുഷ്പം നടേണ്ടതായ സ്ഥലമുണ്ട്. വീടിൻ്റെ വലതുവശത്ത്, പ്രധാന വാതിലിൻ്റെ വലതുവശത്തായിട്ട് വേണം ശംഖുപുഷ്പം നടാൻ. അത് നല്ല സൂര്യപ്രകാശം തട്ടണം. ഒരു ജോലിക്കൊക്കെ ശ്രമിക്കുന്നു, അത് നടക്കുന്നില്ല എങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യൂ. നിങ്ങളുടെ വീടിൻ്റെ വലതുഭാഗത്ത്, അതായത് വാതിലിൻ്റെ വലതുഭാഗത്തായിട്ട് ഒരു ശംഖുപുഷ്പം, നീല ശംഖുപുഷ്പം വെച്ച് നട്ടുപിടിപ്പിച്ച് നോക്കിക്കേ. അപ്രതീക്ഷിതമായിട്ടൊരു വലിയ സൗഭാഗ്യം നിങ്ങളെ തേടി വരും. നിങ്ങൾ ശ്രമിക്കുന്ന ജോലി നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾക്ക് നടന്നു കിട്ടും. സന്തോഷം നിറയും ആ വീട്ടിൽ. വീടിൻ്റെ പടിഞ്ഞാറ് ഭാഗങ്ങളിൽ ഒരിക്കലും ശംഖുപുഷ്പം വച്ചു പിടിപ്പിക്കരുത്. തെക്ക് പടിഞ്ഞാറ് ഭാഗങ്ങളിൽ ഒരിക്കലും ശംഖുപുഷ്പം വെച്ച് പിടിപ്പിക്കരുത്. അങ്ങനെ ചെടി നടുന്നത് അശുഭലക്ഷണമാണ്. ഉണ്ടെങ്കിൽ തന്നെ അത് പറിച്ചു കളഞ്ഞേക്കുക. തെക്കും പടിഞ്ഞാറും ശംഖുപുഷ്പം ഉണ്ട് എങ്കിൽ നമുക്ക് ദാരിദ്ര്യത്തെ ക്ഷണിച്ചു വരുത്തുമെന്നാണ്. ഒരാൾ ഒരു ജോലിക്കായിട്ട് ഒരുപാട് ശ്രമം നടത്തുന്നു. ആ ശ്രമം നടക്കാതെ വരുന്നു. നിങ്ങളുടെ വീടിൻ്റെ പ്രധാന വാതിലിൻ്റെ വടക്ക് ഭാഗത്തായിട്ട് ഒരു ശംഖുപുഷ്പം ഒന്ന് വെച്ചു നോക്കിക്കേ. അത്ഭുതമെന്ന് പറയാം. നിങ്ങൾക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല എങ്കിൽ തീർച്ചയായും ആ ജോലി നിങ്ങൾക്ക് കിട്ടും. സമ്പത്ത്, ഐശ്വര്യം. പ്രധാന വാതിലിൻ്റെ വലതുഭാഗത്തായിട്ട്, അതായത് മുൻവശത്ത് വലതുഭാഗത്തായിട്ട് നിങ്ങൾ ശുഭകരമായിട്ടുള്ള ഫലം കിട്ടാൻ വേണ്ടിയിട്ട് ഈ ശംഖുപുഷ്പം വെച്ചു പിടിപ്പിക്കുക. അത് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയൊക്കെ വന്നു ചേരും. എത്ര താഴെത്തട്ടി നിൽക്കുന്ന ഒരാളാണെങ്കിലും വളരെ പെട്ടെന്ന് ധനവാനാകുന്നതായി കാണുവാൻ സാധിക്കും. ഒപ്പം അതിനു വേണ്ടിയിട്ട് ശ്രമം കൂടി നടത്തണം. ശംഖുപുഷ്പം മാത്രം വെച്ച് പിടിപ്പിച്ചിട്ട് ഒരുപക്ഷെ നമുക്ക് പണക്കാരനൊന്നും ആകാൻ പറ്റില്ല. നമ്മളതിനായിട്ട് ശ്രമം കൂടി നടത്തണം. അങ്ങനെ ശ്രമം നടത്തുകയാണ് എങ്കിൽ അത്ഭുതമെന്ന് പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അത്ഭുതങ്ങൾ പെട്ടെന്ന് നടക്കും. അത്രയധികം ശക്തിയാണ്, അത്രയധികം അച്ചട്ടാണ് ശംഖുപുഷ്പം വീട്ടിൽ വെച്ചാലുള്ള ഗുണാനുഭവങ്ങൾ. ഇത് ഉറപ്പായിട്ടും നടക്കുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ശംഖുപുഷ്പം വെച്ച് പിടിപ്പിക്കുക. പ്രധാന വാതിലിൻ്റെ വലതുഭാഗത്തായിട്ട് വേണം വെക്കാൻ. അത് നിങ്ങളുടെ ദാരിദ്ര്യത്തെ ശമിപ്പിച്ച് ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും അവസാനിപ്പിച്ച് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഒക്കെ നിങ്ങളെ കൊണ്ടെത്തിക്കും. ഭാഗ്യമാണ്, നേട്ടമാണ്, സർവൈശ്വര്യമാണ്. ഭാഗ്യം ഒരുപാട് വന്നു ചേരും. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് ഈ എളിയ അറിവ് ഒന്ന് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി, നമസ്കാരം.